ഹായ്, ഞാനൊരു M5 സ്റ്റാക്ക് C++ൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഇതാണ് M5 സ്റ്റിക്ക് C++ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ESP32. അപ്പം ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് അതെങ്ങനെ ഫ്ലാഷ് ചെയ്യാം, ഇതിലെങ്ങനെ പ്രോഗ്രാം ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ബേസിക്കലി നമുക്ക് ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കുറേ നേരത്തെ വീഡിയോ കാണാത്തവർക്ക് ഇതിൽ ഒരു ESP32 ഡിവൈസാണ്. ഇതിൽ ഡിസ്പ്ലേ വരുന്നുണ്ട്, ബിൽഡിനായിട്ട് വൈഫൈ, ബ്ലൂടൂത്ത്, പിന്നെ അതേപോലെ ഇൻഫ്രാറെഡ് ട്രാൻസ്മിഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ പോർട്ടുകൾ വരുന്നുണ്ട്, ഒരു USB-C പോർട്ട് വരുന്നുണ്ട്, പിന്നെ ഒരു എക്സ്ട്രാ പിന്നെ M5 സ്റ്റാക്കിൻ്റെ തന്നെ ഒരു എക്സ്ട്രാ പോർട്ട് വരുന്നുണ്ട്. അതിലേക്ക് M5 സ്റ്റാക്കിൻ്റെ ഡിവൈസസും കാര്യങ്ങളും ഒക്കെ പിന്നെ അറ്റാച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതേപോലെ GPIO പോർട്ട് വരുന്നുണ്ട്, ഇവിടെ ഒരു GPIO പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഇൻഫ്രാറെഡ് ട്രാൻസ്മിഷൻ ഇവിടെയാണ് വരുന്നത്. പിന്നെ അതേപോലെ ഇതിൽ നമുക്ക് കസ്റ്റമായിട്ട് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് ഇന്ത്യയിലൊക്കെ അവൈലബിൾ ആണ്. ഇന്ത്യയിൽ നമുക്ക് ഇതിന് പിന്നെ 3000 താഴെയാണ് പ്രൈസ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഡിവൈസ്. ബേസിക്കലി 2300 രൂപ ആണ് ഇത് വരുന്നത്. നമുക്ക് കുറേ ഫങ്ഷനാലിറ്റി ഉണ്ട്. നമുക്ക് മൈക്രോഫോൺ വരുന്നുണ്ട്, ബസർ വരുന്നുണ്ട്. നമുക്ക് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. നമുക്കിത് ഏതിലേക്കും നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാനിപ്പം ഇതിൽ എങ്ങനെയാണ് നമുക്ക് പ്രോഗ്രാം ചെയ്യാമെന്ന് പറയാം. ബേസിക്കലി M5 സ്റ്റിക്സിൽ നമുക്ക് കുറേ ഫേംവേഴ്സ് നമുക്ക് ബിൽഡിനായിട്ട് കുറേ ആൾക്കാർ ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളുണ്ട്. നമുക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് M5 സ്റ്റാക്ക് ബേണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. കാണിച്ചിടാം. ബേണർ ബേണറാണ്. ഓക്കെ, ഡെപ്തോലെ പ്രോപ്പറായിട്ട് സെർച്ച് റിസൾട്ട് വരുന്നില്ല. ഓക്കെ, ഇതാണ് M5 ബേണർ. ഇതിൽ നമുക്ക് ഇവിടുന്ന് നമുക്ക് വിൻഡോസിലേക്കും മാക്കിലേക്കും അല്ലെങ്കിൽ ലിനക്സിലൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ബേണർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ നിങ്ങളുടെ ഇപ്പം ലിനക്സിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പാക്കേജ് മാനേജറിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. എൻ്റെ ഇപ്പം പാക്കേജ് മാനേജറിൻ്റെ കൂടെ ഈ ടൂൾസ് ഒന്നുമില്ല. ഞാനിപ്പം M5 ബേണർ ഞാൻ മാനുവലി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, M5 ബേണർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിപ്പ് ആയിരിക്കും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. ഈ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് M5 ബേണർ എന്ന് പറയുന്ന ഈ ഒരു ഫയൽ ഉണ്ടാവും. നമുക്കിത് റൺ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് M5 ബേണർ നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റൺ ചെയ്യാം. അപ്പം നമുക്ക് ഇതിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള നമുക്ക് സോഫ്റ്റ്വെയർ, പിന്നെ ഇതൊക്കെ ഇൻബിൽഡ് ആയിട്ടുള്ള അവരുടെ ഒഫീഷ്യൽ സോഫ്റ്റ്വെയർസും പിന്നെ അതേപോലെ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഒക്കെ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ഞാനിപ്പോൾ അതായത് സ്റ്റിക്ക് C++ ആണ്. അതുകൊണ്ട് എനിക്ക് സ്റ്റിക്ക് C എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റിക്ക് സിക്ക് വേണ്ടിയിട്ടുള്ള ഫേംവേഴ്സും കാര്യങ്ങളും കിട്ടും. ഫോർ എക്സാമ്പിൾ UI ഫ്ലോ എന്ന് പറയുന്ന ഈ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് പ്രോഗ്രാം അറിയാത്ത ആൾക്കാർക്ക് പോലും പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രാഫിക്കലായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഞാനിപ്പം കാണിച്ചു തരാം അതിൻ്റെ ഒരു ഇത്. UI ഫ്ലോ ഇതല്ല, ഇതാണ്. ഓക്കെ, സാമ്പിൾ പ്രൊജക്റ്റ് ജസ്റ്റ് എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, +2. ഓക്കെ, ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസ് ഉണ്ടാവുക. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് ഇവിടെ ആഡ് ചെയ്തിടാം. ഡിലീറ്റ് ഇൻബിൽഡ് ബിഗിനിങ്. എനിക്കിപ്പം പിന്നെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ UI കളർ മാറ്റണമെങ്കിൽ എനിക്ക് കളർ മാറ്റാൻ വേണ്ടി പറ്റും. ബഗ് ഉണ്ട്. RGB ഡിസ്പ്ലേ കറക്റ്റ് ആക്കിയിട്ടില്ല. UI കേസിൽ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്ക്രീൻ ആഡ് ചെയ്യണം.
സെറ്റ് സ്ക്രീന് ഇപ്പം ഞാൻ ബ്രൈറ്റ്നസ് ഇപ്പം ഒരു 255 സെറ്റ് ചെയ്യാം. ഇനി എനിക്ക് അതിലേക്ക് അതായത് നമുക്ക് പ്രോഗ്രാം വേണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓരോ മൊഡ്യൂൾസ് ഇപ്പം ബ്ലൂടൂത്ത് BLE മൊഡ്യൂൾസ് ആണെങ്കിൽ BLE മൊഡ്യൂൾസ് നമുക്ക് ഇനിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സംതിങ് ഓക്കെ, ഇവിടെ കൊണ്ടുപോയി ട്രാക്ക് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ നമുക്കിങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് 1 by 1 ആയിട്ട് സ്റ്റെപ്പായിട്ട് നമുക്ക് ഓരോ മൊഡ്യൂൾസ് ആഡ് ചെയ്തിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് UI ഫ്ലോ എന്ന് പറയുന്നത്. ഇതേപോലെ ഇത് ഇപ്പം പ്രോഗ്രാം അറിയുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മാനുവലി അഡ്രിനോ തന്നെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം അഡ്രിനോ തന്നെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു UI M5 Stick C എന്ന് പറയുന്നത്. ഇതിവിടെ നിന്ന് നമുക്ക് ഏത് ഫേംവെയർ വേണമെങ്കിലും നമുക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഈ നീമോ എനിക്ക് ബേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് എന്നായിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക. നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ Stick+2 വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് ഇത് എടുക്കാം. ഇനി C+ മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഫേംവെയർ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾക്ക് വേർഷൻ ചൂസ് ചെയ്യാം. ലാംഗ്വേജ് നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാം. മലയാളം ഒന്നും എന്തായാലും ഉണ്ടാവില്ല. ബാക്കിയുള്ള ലാംഗ്വേജസ് ചൂസ് ചെയ്യാം. എന്നിട്ട് ബേൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് M5 Stick C കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പോർട്ട് ഇവിടെ കാണാം. ഇപ്പം ഞാനിപ്പം കണക്ട് ചെയ്തിട്ടില്ല, ഞാനൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ കണ്ടോ, ഡിവൈസ് ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നീമോ എന്ന് പറയുന്ന ആ ഫേംവെയർ എൻ്റെ സിസ്റ്റത്തിലേക്ക് ബേൺ ആവും. ഇത് ബേസിക്കലി ഈ M5 Stick Cന്റെ ഈ നീമോ എന്ന് പറയുന്ന ഫേംവെയർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഒരു ഹാക്കിംഗ് ഫേംവെയർ ആണ്. അതായത് നമുക്ക് കുറച്ച് പിന്നെ ടൂൾസും കാര്യങ്ങളും പിന്നെ അതായത് ഹാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള വൈഫൈ ഹാക്കിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ ഇൻഫ്രാറെഡ് ഹാക്കിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ ബ്ലൂടൂത്ത് ഹാക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് ടൂൾസുകളും കാര്യങ്ങളൊക്കെ ബിൽഡിനായിട്ട് വരുന്നുണ്ട്. നമുക്കത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേംവെയർ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു M5 ലോഞ്ചർ എന്ന് പറയുന്ന സാധനം. അത് ഒരു അടിപൊളി ടൂളാണ്. അതായത് നമുക്ക് ഇങ്ങനെ ഓരോ ടൂളും നമുക്ക് സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് M5 ലോഞ്ചർ എന്ന് പറഞ്ഞ ഒറ്റ ടൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് SD കാർഡെന്നോ അല്ലെങ്കിൽ ഇന്റർനെറ്റെന്നോ അതായത് വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ ഇന്റർനെറ്റെന്നോ നമുക്ക് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് M5 ലോഞ്ചറിൽ പോവാം. M5 ലോഞ്ചറിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ റിലീസിൽ അവരുടെ GitHubൽ പോയിട്ട് അതിൻ്റെ റിലീസിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ നോക്കാം എങ്ങനെയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത്. ഒന്ന് ഫ്ലാഷർ വെച്ചിട്ട് M5 ലോഞ്ചർ ഫ്ലാഷർ വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതൊരു വെബ്സൈറ്റ് ആണ്. ആ വെബ്സൈറ്റിൽ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കിട്ടും. നമുക്ക് അവിടെ നിന്ന് Stick C+ കൊടുത്ത് കണക്ട് കൊടുക്കുക. ഇത് ക്രോമിൽ മാത്രമാണ്. ഇത് ബ്രൗസർ ബേസ്ഡ് ആയിട്ടുള്ള ഫ്ലാഷിംഗ് ആണ്. സോ ക്രോമിൽ മാത്രമേ ഇത് വർക്കാവും. പിന്നെ ഞാനിത് ഒന്ന് എൻ്റെ ESP ഒന്നും കൂടെ റീകണക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ കണ്ടോ വരും, കണക്ട് ചെയ്യാൻ വരും. നമുക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ചോദിക്കും ഇൻസ്റ്റാൾ ചെയ്യണോ അല്ലെങ്കിൽ ലോഗാണോ കാണിക്കേണ്ടത്, എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റാൾ കൊടുത്താൽ ബേസിക്കലി ഇൻസ്റ്റാൾ ചെയ്യും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഈ M5 ലോഞ്ചർ എന്ന് പറഞ്ഞ സാധനം വരും. അപ്പോൾ നമുക്ക് പിന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇന്റർനെറ്റെന്നോ അല്ലെങ്കിൽ മാനുവലി നമ്മുടെ SD കാർഡിൽ നമുക്ക് എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഫേംവെയർസ് നമുക്ക് ഇഷ്ടമുള്ള ഫേംവെയർസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അഡ്രിനോ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം അഡ്രിനോ ബേസ് ചെയ്തിട്ടെന്ന് വെച്ചാൽ ഇപ്പം അഡ്രിനോ IDയിൽ നിങ്ങൾക്ക് ഈ M5 സ്റ്റാക്ക് നിങ്ങൾക്ക് എന്താ വെച്ചാൽ കോൺഫിയർ ചെയ്യാൻ വേണ്ടി പറ്റും. കോൺഫിയർ ചെയ്യാന്ന് വെച്ചാൽ അതിന് സിമ്പിളാണ് സ്റ്റെപ്പ്. ഒന്നെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രിഫറൻസ് പോയിട്ട് നിങ്ങൾക്ക് അഡീഷണൽ ലൈബ്രറീസ്, അതായത് അഡ്രിനോ എന്ന് വെച്ചാൽ ബേസിക്കലി അഡ്രിനോ ഡിവൈസിന് വേണ്ടിയിട്ടാണല്ലോ. നമുക്ക് ഈ അഡീഷണൽ ലൈബ്രറീസ് ഒക്കെ വേണ്ടി വരും. അപ്പം M5 സ്റ്റാക്കിന്റെ അഡീഷണൽ ലൈബ്രറീസും പാക്കേജസും കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡൊമൈന് നിങ്ങൾക്ക് കോപ്പി ചെയ്തിടാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾക്ക് ജസ്റ്റ് അഡ്രിനോ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് M5 സ്റ്റാക്ക് അഡ്രിനോ സെറ്റപ്പ് എന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഡോക്യുമെന്റേഷൻ കിട്ടും. ഐ മീൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, ഏത് രീതിയിലാണ്. പിന്നെ ഇപ്പം Stick C++ ആണെങ്കിൽ Stick C++ൽ എന്തൊക്കെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന്റെ ഡ്രൈവേഴ്സ് സെറ്റ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടും. നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡ്രൈവേഴ്സും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ലൈബ്രറീസ് ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള M5 സ്റ്റാക്കിന്റെ ഏതാണ് ഡിവൈസ് ഉള്ളത് അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡ്രൈവേഴ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാം.
ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാം. അത് അതനുസരിച്ച് വർക്കാവും. ഇപ്പം ഞാനിപ്പോൾ ഇതിൽ RFIDയുടെ ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം പാക്കേജസും കാര്യങ്ങളൊക്കെ പിന്നെ ഡോക്യുമെന്റേഷനിലെ പോലെ നിങ്ങൾ ഇതാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ M5 സ്റ്റാക്കിന്റെ ഏതാണ് ഡിവൈസ്, ആ ഡിവൈസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ലൈബ്രറീസും കിട്ടും. ഇപ്പം +2 സ്റ്റിക്സി +2ന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള പല പിന്നെ ഇതുകളും എന്താ പ്രോഗ്രാമിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാം ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാര്യങ്ങളും എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഒരു ഡിസ്പ്ലേന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇതിലൊന്നുമില്ല, ജസ്റ്റ് കുറെ റൗണ്ട് പല ടൈപ്പ് കളറിലുള്ള റൗണ്ട് കളർ വൃത്തം കുറെ സ്ക്രീനിൽ കാണിക്കും. ഇൻഫിനിറ്റ് ആയിട്ട് ലൂപ്പ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ മൊഡ്യൂൾസും കാര്യങ്ങളും ഇപ്പം M5 സ്റ്റാക്കിന്റെ മൊഡ്യൂൾസിന്റെ ബേസ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എക്സാമ്പിൾസും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ M5 സ്റ്റാക്ക് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ M5 സ്റ്റാക്കിന്റെ തന്നെ യൂണിറ്റ് പല യൂണിറ്റുകളുണ്ട്. അതായത് കുറെ RFID മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ പിന്നെ എക്സാമ്പിൾ കോഡ്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുള്ളതൊക്കെ തീരുമാനിക്കാം. നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ജസ്റ്റ് ഫ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റം നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് അത് ഫ്ലാഷ് ആവുകയും ചെയ്യും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ബേസിക്കലി M5 സ്റ്റാക്ക് ഫ്ലാഷിംഗ് വരുന്നത്. പിന്നെ അതിന്റെ പ്രോഗ്രാമിനെ പറ്റി ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എങ്ങനെയാണ് അത് പ്രോഗ്രാം ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണം, ആ കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്ക് അഡ്രിനോന്റെ കൂടുതലായിട്ട് എങ്ങനെ അഡ്രിനോ കോൺഫിഗർ ചെയ്യണം ആ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.